നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. പണക്കൊഴുപ്പിന്റെ താരലേലം വീണ്ടും. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 8ാം സീസണിലേക്കുള്ള താരലേലം തുടങ്ങി. ഇന്ത്യൻ താരങ്ങൾക്ക് കോടിത്തിളക്കം. 16 കോടിക്ക് യുവരാജ് സിംഗിനെ സ്വന്തമാക്കി ഡൽഹി ഡെയർ ഡെവിൾസിന്റെ തുറുപ്പ് ഗുലാൻ. യുവരാജ് സിംഗിനെ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ പിടിച്ചത് 14 കോടിക്ക്. മുരളി വിജയ്ക്ക് 3 കോടി നൽകി കിങ്സ് 11 പഞ്ചാബ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ദിനേശ് കാർത്തികിനെ 10.5 കോടിക്ക് ബാംഗ്ലൂർ സ്വന്തമാക്കി. ഡൽഹി സ്വന്തമാക്കിയ അമിത് മിശ്രയ്ക്ക് 3.5 കോടി. അലയൊടുങ്ങാതെ IS ഭീകരത. ലോകത്തെ ഞെട്ടിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയുടെ തുടർച്ച. ക്രിസ്തുമതക്കാരായ 21 പേരെ കഴുത്തുറത്ത് കൊല്ലുന്ന IS വീഡിയോ പുറത്ത്. കൂട്ടക്കൊലയ്ക്കിരയായത് ലിബിയയിൽ ബന്ദികളാക്കപ്പെട്ടിരുന്ന ഈജിപ്ഷ്യൻ പൌരന്മാർ. കൊല നടത്തിയത് നേരത്തെ പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിലെ അതേ രീതിയിൽ. ഈജിപ്ഷ്യൻ പൌരന്മാരെ ഭീകരർ തടവിലാക്കിയത് ഡിസംബർ, ജനുവരി മാസങ്ങളിൽ 2 തവണയായി. റോം കീഴടക്കുമെന്ന് IS വീഡിയോ സന്ദേശം. വിമത ശബ്ദത്തിന്റെ VS സ്റ്റൈൽ. CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രവർത്തന റിപ്പോർട്ടിന് VSന്റെ ബദൽ രേഖ. VS പ്രതികരിച്ചത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ. വിയോജനക്കുറിപ്പ് ചർച്ച ചെയ്ത സംസ്ഥാന കമ്മിറ്റി VSന്റെ വിമത നീക്കം തള്ളി. എതിർപ്പിന്റെ സ്വരവുമായി VS കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമെന്നും സൂചന. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച കരടിന് സംസ്ഥാന കമ്മിറ്റിയിൽ വിയോജിപ്പുണ്ടാകുന്നത് അപൂർവം. റിപ്പോർട്ടിൽ VSനെതിരെ വിമർശനത്തിന് 30ഓളം പേജ്. പറയും തോറും മറയുന്നത്. സുനന്ദ കൊലക്കേസിൽ മൊഴികളിലെ വൈരുദ്ധ്യം ശശി തരൂരിന് കുരുക്കാകും. ചോദ്യം ചെയ്യൽ തുടരുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. മരണം നടന്ന ദിവസത്തെ തരൂരിന്റെ ഇടപെടലുകളിൽ സംശയം. തരൂരിന്റെ മറുപടികൾക്ക് വ്യക്തതയില്ലെന്ന് പോലീസ്. സുനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടന്ന എയിംസിലെ മെഡിക്കൽ ബോർഡ് മേധാവിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തൽ. ആ ചോദ്യത്തിനും മറുപടിയില്ല. അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് താക്കീത് ലഭിച്ചതായുള്ള മാധ്യമ വാർത്തകൾ നിഷേധിച്ച് ശശി തരൂർ. മാധ്യമങ്ങൾ നടത്തുന്നത് നുണപ്രചരണമെന്നും ആക്ഷേപം. മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.